നമസ്കാരം. കള്ളന്മാരെക്കുറിച്ച് നമുക്കറിയാം. മാന്യന്മാരാണെന്ന് ഞാൻ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരെക്കാൾ മാന്യന്മാരാണെന്നാണ്. ലോകത്ത് മനുഷ്യനിർമ്മിതങ്ങളായ 7 അത്ഭുതങ്ങളാണുള്ളത്. മനുഷ്യനിർമ്മിതങ്ങളല്ലാത്ത കേട്ടുകേൾവിയും വായിച്ചറിവും മാത്രമുള്ള എത്രയോ അത്ഭുതങ്ങൾ വേറെയുമുണ്ട്. അന്യഗ്രഹ ജീവികൾ, യക്ഷി, പ്രേതം, പിശാച്, അങ്ങനെ എത്രയോ അത്ഭുതങ്ങൾ വേറെ. പക്ഷേ അതിനേക്കാളുമൊക്കെ എന്നെ ഇപ്പോഴും എപ്പോഴും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യന് ഗോവിന്ദനെ പോലെ വിഡ്ഢിത്തം പറയാൻ കഴിയുന്നത്? എങ്ങനെയാണ് ഒരു മനുഷ്യന് പിണറായി വിജയനെ പോലെ ധാർഷ്ട്യത്തോടു കൂടി പെരുമാറാൻ കഴിയുന്നത്? എങ്ങനെയാണ് മനുഷ്യർക്ക് അന്തം കമ്മികളെ പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നത്? ഇതൊക്കെ എന്നെ ഇപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ഇനി പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് വരാം. ആശാ ലോറൻസ്, മൺമറഞ്ഞുപോയ കമ്മ്യൂണിസ്റ്റ് നേതാവ് സഖാവ് എം ലോറൻസിൻ്റെ മകൾ, പാർട്ടി നേതാക്കളുടെ അഴിമതിയെക്കുറിച്ചും പാർട്ടിയുടെ അപജയങ്ങളെക്കുറിച്ചും സമൂഹ മാധ്യമങ്ങളിലൂടെ രൂക്ഷമായി വിമർശിക്കുന്നയാളാണ് ആശാ ലോറൻസ്. ആശാ ലോറൻസിൻ്റെ മിക്കവാറുമുള്ള കുറിപ്പുകളെല്ലാം ഞങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിക്കാറുണ്ട്. വളരെ പ്രസക്തിയുള്ള തുറന്നു പറച്ചിലുകളും പരിഹാസങ്ങളും ആയതുകൊണ്ടാണത്. ഇന്നലെ ആശാ ലോറൻസ് ഒരു കുറിപ്പ് സമൂഹ മാധ്യമത്തിൽ എഴുതിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: എം ലോറൻസ്, ഭാര്യ ബേബി ലോറൻസ്, മക്കൾ സജീവൻ, സുജാത, അബി, ആശ പാർട്ടിയുടെ എച്ചിൽ നിന്ന് വളർന്നതല്ല. പാർട്ടി ചെലവിൽ പഠിച്ചവരല്ല, പാർട്ടി ചെലവിൽ ജീവിച്ചവരല്ല, പാർട്ടി ലൈനിൽ ജീവിച്ചവരാണ്. ഞങ്ങൾ മക്കളെ വിശ്വസിപ്പിച്ചിരുന്നത് ഇല്ലാത്ത ബുദ്ധിമുട്ടുകളായിരുന്നു. പാർട്ടി അലവൻസ് അപ്പച്ചനുണ്ടായിരുന്നു. അത് ഏതൊരു സഖാവിനും അവകാശം തന്നെയാണ്. അതിൽ നിന്ന് അപ്പച്ചൻ സ്വന്തം മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും കൊടുക്കും. അമ്മയും മക്കളും ചോദ്യം ചെയ്തിട്ടില്ല. പാർട്ടിക്ക് ഭക്ഷണമില്ലാതിരുന്നപ്പോൾ പാർട്ടിയിലേക്ക് വന്നതാണ് എം ലോറൻസ്. തിരുതയും കണമ്പും കരിമീനും മാലാനും കൊഴുവയും വേളൂരിയും കട്ലയും പ്രാഞ്ഞിലും കൊഞ്ചും ചെമ്മീനും ആവോളം കഴിച്ചു വളർന്നതാണ്. കുട്ടിക്കാലം മുതലേ ഭക്ഷണകാര്യത്തിലും ആരോഗ്യകാര്യത്തിലും എം ലോറൻസിൻ്റെ അപ്പൻ കുറവ് വരുത്തിയിട്ടില്ല. ദാരിദ്ര്യം കൊണ്ട് പാർട്ടി ഓഫീസിൽ ചേക്കേറിയതല്ല എം ലോറൻസ്. സ്ഥാനം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാൻ പോയിട്ട് ജീവൻ ബാക്കിയുണ്ടാകുമോ എന്നറിയാത്ത കാലത്ത് പാർട്ടിയിൽ എത്തിയതാണ് എം ലോറൻസ്. പാർട്ടിയെ വളർത്തിയതാണ്, പാർട്ടിയിലൂടെ കഴിച്ചു വളർന്നതല്ല. പുത്തൻ പണക്കാരായ CPKM, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് കേരള മാർക്സിസ്റ്റ് സഖാക്കളെയും സഖാത്തികളെയും പോലെയല്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. എം ലോറൻസിനെ ബേബി കല്യാണം കഴിക്കുമ്പോൾ എം ലോറൻസിന് സ്ഥാനമാനങ്ങളില്ല. എം ലോറൻസിൻ്റെ അപ്പൻ ആധാരം എഴുതുമായിരുന്നു. കൊപ്ര കച്ചവടമുണ്ടായിരുന്നു. തമ്പ്ര എന്ന് വിളിക്കുന്ന പണിക്കാരുള്ള തറവാടായിരുന്നു. കുടികിടപ്പുകാർ തമ്പ്രാട്ടി എന്ന് വിളിക്കുന്നവരായിരുന്നു. ലോറൻസും ബേബിയും പറഞ്ഞു നിർത്തിച്ചതാണ് അങ്ങനെ വിളിക്കുന്നത്. അതിസമ്പന്നമായ കുടുംബാംഗമായിരുന്നു അമ്മ. അമ്മയുടെ സ്വർണ്ണാഭരണങ്ങളും അമ്മയുടെ കുടുംബത്തിലെ സാമ്പത്തികവും മറ്റു സഹായങ്ങളും 1989 വരെ നിരന്തരമായി ലഭിച്ചിട്ടുണ്ട്. 1959 വിവാഹം ചെയ്ത ലോറൻസ് ബേബി ദമ്പതിമാർ 1961-62 കാലത്ത് വീട് പണിതു. ഇളംകുളത്ത് ടെറസിട്ട വീട് അപൂർവമായിരുന്ന കാലത്ത് അമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ, അമ്മാമ്മ ചെയ്ത സഹായങ്ങൾ, ഹൗസിംഗ് ലോൺ, ഇതൊക്കെയായിരുന്നു വീടിൻ്റെ ബലം. ആ വീട് വലിയ വാടകയ്ക്ക് കൊടുത്ത് ചെറിയ തുകയ്ക്ക് ചോരുന്ന വീട്ടിലാണ് ഞങ്ങളെ വളർത്തിയത്. 1-2 വർഷങ്ങളല്ല, നീണ്ട 20 വർഷങ്ങൾ. സ്കൂളിലേക്ക് 5ാം ക്ലാസ് വരെ സ്വന്തം സൈക്കിൾ റിക്ഷ ഉണ്ടായിരുന്നു. 5ാം ക്ലാസ് മുതൽ നടപ്പ്, സ്കൂളിലേക്ക് നടപ്പ്, കോളേജിലേക്ക് നടപ്പ്, ഹോസ്പിറ്റലിലേക്ക് നടപ്പ്, പള്ളിയിലേക്ക് നടപ്പ്, തിയേറ്ററിലേക്ക് നടപ്പ്, എറണാകുളം മാർക്കറ്റിലേക്ക് നടപ്പ്. അമ്മയുടെ സഹോദരങ്ങൾക്ക് 6 ബസ്സുകളുണ്ടായിരുന്നു, ഫ്രീ യാത്രകൾ. അങ്ങനെ മൂന്നാറിലേക്ക് സാരഥി എന്ന പേരിൽ കൂത്താട്ടുകുളം അംബുജം എന്നായിരുന്നു ബസ്സിൻ്റെ പേര് എന്നാണ് ഓർമ്മ. ചെല്ലാനം റൂട്ടിൽ PTC. ചെല്ലാനത്തെ ആദ്യ ബസ് സർവീസ് തുടങ്ങിയത് അമ്മയുടെ സഹോദരന്മാരായിരുന്നു. ഇവിടേക്ക് ഫ്രീ യാത്രകൾ. അമ്മ വീട്ടിൽ കരിമീൻ ചെമ്മീൻ കെട്ടുണ്ട്. അവിടുന്ന് കരിമീനുകളും ചെമ്മീനുകളും വന്നാൽ അവരെ പൊരിച്ച് വാഴയിലയിൽ പൊതിഞ്ഞ് കാനൻ ഷെഡ് റോഡിലെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ആദ്യം എത്തിക്കും. എന്നാലേ ഞങ്ങൾ മക്കൾക്ക് തരികയുള്ളൂ. 2 പെൺമക്കൾക്കും അമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ തന്നിരുന്നു. കള്ളക്കടത്ത് നടത്തിക്കൊണ്ടുവന്ന ആഭരണങ്ങളല്ല, തേങ്ങയും നെല്ലും വിറ്റ കാശുകൊണ്ട് മേടിച്ച ആഭരണങ്ങൾ. ഇതെല്ലാം നേരിൽ അറിവുള്ളവർ ഇപ്പോൾ ഭൂമിയിലില്ല. അവസാന ആൾ KJ ജേക്കബ് 2024 ഒക്ടോബർ 21 അവസാന യാത്ര പോയി. കണ്ണൂരിലെ പാർട്ടിക്കാർക്കറിയില്ല എം ലോറൻസും കുടുംബവും എങ്ങനെ ജീവിച്ചെന്ന്. കുറച്ചറിവ് ശ്രീ പിണറായി വിജയന് കാണും. നീയൊക്കെ പാർട്ടിയുടെ എച്ചിൽ നിന്ന് വളർന്നതല്ലേടി എന്നൊക്കെ ചോദിക്കുന്ന CPKMലെ അലവലാദികളായ സഖാക്കളോടും സഖാത്തികളോടും ഒന്നേ പറയാനുള്ളൂ: പാർട്ടിക്ക് എച്ചിലില്ലായിരുന്നു. കാരണം ഭക്ഷണം ആവശ്യത്തിനുണ്ടെങ്കിലല്ലേ എച്ചിലുണ്ടാവുകയുള്ളൂ. കൈക്കൂലി കൊടുക്കാൻ മാത്രം കമ്മ്യൂണിസ്റ്റുകാർ വളർന്നിട്ടില്ലായിരുന്നു. കൈക്കൂലി ലഭിക്കാൻ അധികാരവും കമ്മ്യൂണിസ്റ്റുകാർക്ക് അന്നില്ലായിരുന്നു. അതിന് കാരണം അവർ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ പോലെ ബൂർഷോ ആയിരുന്നില്ല. അന്ന് മുതലാളിമാരായിരുന്നില്ല, കോടീശ്വരന്മാരായിരുന്നില്ല, സാറായിരുന്നില്ല, ഏട്ടൻ ഇക്ക അച്ചായനായിരുന്നില്ല, സഖാവായിരുന്നു അവരെല്ലാം.
പാർട്ടിയിൽ നിന്ന് കിട്ടാഞ്ഞിട്ടല്ലേ എന്നും ചില അലവലാദികൾ ചോദിക്കാറുണ്ട്. പാർട്ടിയിൽ നിന്ന് കിട്ടുന്നവരാണ്. ഇപ്പോൾ പാർട്ടി മുഴുവനും അതാണല്ലോ ചോദിക്കുന്നത്. പാർട്ടിയിൽ നിന്ന് കിട്ടാഞ്ഞിട്ടല്ലേ എന്ന്. രക്തസാക്ഷി ഫണ്ടിൽ നിന്ന് വരെ കളവ് നടത്തുന്നവരാണ് പാർട്ടിയിലുള്ളത്. അടിമകളും ഉടമകളും, തിരുവായ്ക്ക് എതിർവായില്ലാത്തവർ, ജീവൻ പോകുമെന്ന് ഉറപ്പ് മാത്രമുള്ള കാലത്ത് ജീവനും ജീവിതവും കൊടുത്ത് വളർത്തിയ പാർട്ടി അവസാന കാലത്ത് MM ലോറൻസിനെ കസ്റ്റഡിയിലെടുത്ത് പരിപാലിച്ച് അതിൻ്റെ കണക്ക് പറഞ്ഞവരാണ്. പാർട്ടിക്ക് വേണ്ടി ഓടി നടന്നപ്പോഴും ജയിലിൽ കിടന്നപ്പോഴും ഈ അമ്മയും 4 മക്കളും അനാഥരായിരുന്നു, നിശബ്ദരായിരുന്നു. അപമാനിക്കുന്നവർക്ക് കാലം മറുപടി നൽകും, നൽകാതെ എവിടെ പോകാൻ. ഇങ്ങനെയാണ് ആശാ ലോറൻസ് തൻ്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇൻകുലാബ് ചിന്താവ, പിണറായി വിജയൻ ചിന്താവ എന്നതാണ് കമ്മ്യൂണിസം എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന വിവരവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത ഇപ്പോഴത്തെ അന്തം കമ്മികൾ ഇതൊന്ന് കേൾക്കണം. അങ്ങനെയെങ്കിലും നിങ്ങളുടെ തലയ്ക്ക് വെട്ടം വീഴട്ടെ. വീണ്ടും കാണാം.